നമ്മൾ ഈ വിക്രമാദിത്യൻ സിനിമ കാണില്ലേ, ആ സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്നുള്ളത്. പക്ഷെ ആ സിനിമേനെക്കാളും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റോറിയുമായിട്ട് നമ്മുടെ സ്വന്തം ഷിറിൻ ഷഹാനയാണ് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദോഹ ജംഗ്ഷൻ. ഷിറിൻ ഷഹാന എന്ന് പറയുന്നപ്പോ നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് IAS നേടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സമയത്തോളം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീ പഠിച്ചിട്ട് കളക്ടർ ആവാണോ എന്നാണ് ചോദിക്കാറുള്ളത്. പഠിച്ച് കളക്ടർ ആയാൽ, പക്ഷെ അത് ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ജീവിതം ഏറ്റവും നെഗറ്റീവായിട്ട് നമ്മളോട് പ്രതികരിച്ച സമയത്തും ഈ നെഗറ്റീവ് ഒന്നും നെഗറ്റീവ് അല്ല, ഇതൊക്കെ ഞാൻ പോസിറ്റീവ് ആക്കി എടുക്കും എന്ന് പറഞ്ഞ ആളാണ്. ബാക്കി കഥ നമ്മുടെ ഷിറിൻ ഷഹാന എന്ന് പറയും. നമസ്കാരം മാം. ശരിക്ക് നമ്മള് ആത്മാർത്ഥമായിട്ട് ഒരു എന്താ പറയാ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി, ഏറ്റവും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. കാരണം ഇന്നലെ വണ്ടർ വുമൺ അവാർഡ്സ് നൽകിയപ്പോൾ നമുക്ക് 7 വണ്ടർ വുമൺസ് ഉണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവരെല്ലാവരും വലിയ കാര്യങ്ങളാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണ് നനയിച്ചാൽ അത് ഒരു സംതൃപ്തി കൊണ്ടുള്ള കണ്ണ് നനയിച്ചത് വെച്ചാൽ ഷിറിൻ ഷഹാനയുടെ കഥ കേട്ടപ്പോഴായിരുന്നു. നമ്മളുടെ ഖത്തർ മലയാളികളോടുകൂടി ആ ഒരു സ്റ്റോറി ഒന്ന് പറയണം. 7 വർഷം മുന്നേ ആയിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, അതായത് എൻ്റെ PGയുടെ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ റിലാക്സ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഉമ്മ എന്നോട് പറഞ്ഞു, മുകളിൽ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ, പെട്ടെന്ന് മഴ പെയ്യും, നനയും. ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് എടുത്തു. തിരിച്ച് ഉറക്കത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു ശരിക്കും ഞാൻ. അപ്പം തിരിച്ചു വീഴുമ്പോഴേക്കും ബ്ലാങ്കറ്റ് ചവിട്ടിയിട്ട് കാല് സ്ലിപ്പായി ഞാൻ താഴോട്ട് വീണു. ഞാൻ വയനാട്ടുകാരിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയ്ക്കൊട്ടും ക്ഷാമമില്ല. അപ്പം തലേന്നത്തെ മഴ വഴിപ്പിച്ചിട്ടിരുന്നു ഞാൻ എൻ്റെ ടെറസ്. അതുകൊണ്ട് തന്നെ താഴോട്ട് വീണപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത് ഉമ്മ മാറിക്കോ എന്ന് പറയുന്നത് മാത്രമാണ്. അങ്ങനെ താഴെ വീണു, സ്പൈനൽ ഇഞ്ചുറി ആയി. നീണ്ട ഒരു 5 വർഷം അവിടെ കിടന്നു, റൂമിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട്. അതിനുശേഷം എനിക്ക് തോന്നി കിടന്നാൽ പോരാ, എണീക്കണം എന്നുള്ളത്. അതിന് മുന്നേ മെൻ്റലി ഉണ്ടായിരുന്നിട്ടുള്ള ട്രോമ വേറെയും ഫിസിക്കലി ഉണ്ടായിട്ടുള്ള ഈ ഇഞ്ചുറിയും എല്ലാം കൂടെ ഒരു പുതിയ ജന്മം ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറയില്ലേ. ശരിക്കും ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷം ഞാൻ പണ്ടത്തെ ഞാനായിരുന്നേ ഇല്ല, ഞാൻ പുതിയൊരാളായിരുന്നു. കാരണം പണ്ട് ഉള്ള ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചാബല്യങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. പുതിയതായിട്ട് എങ്ങനെയൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ തന്നെ എന്നെ തന്നെ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചധികം സ്ട്രോങ് ആയി അങ്ങനെ ഇവിടം വരെ എത്തി. സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തു 2022 അതിന് മുന്നേ 2021 നെറ്റ് എക്സാം ക്ലിയർ ചെയ്തു. പക്ഷേ ആ സമയത്ത് ഞാൻ PhDക്ക് അഡ്മിഷൻ നേടി IIT ചെന്നൈയിൽ, മദ്രാസിൽ. പക്ഷേ എനിക്കത് പോരായിരുന്നു. കാരണം എൻ്റെ വോയിസ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും എനിക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് നീങ്ങിയത്. സക്സസ്ഫുള്ളി അത് കിട്ടി. ട്രെയിനിങ്ങിലാണിപ്പോൾ. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സ്റ്റോറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഷാനെ സംബന്ധിച്ചിടത്തോളം 2 ലൈഫും മുൻപ് പറഞ്ഞ പോലെ തന്നെ ലിവ് ചെയ്ത ഒരാളാണ്. ഒരു നോർമൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളതും, അതായത് നമ്മളെ പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു, ഇതാണ് നമ്മളുടെ എൻഡ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതല്ലാണ്ട് ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം ഇത്ര വലിയൊരു കംബാക്ക് നടത്തിയ ഒരാളും കൂടെയാണ്. സോ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളായിട്ടൊക്കെ ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കും വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബാറ്റിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുണ്ടാവുക? ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനും എൻ്റെ കോളേജ് സമയത്ത് മുഖത്ത് പിമ്പിൾസ്, മുഖത്ത് 2 സൈഡിലും പിമ്പിൾസ് നന്നായിട്ടുണ്ടായിട്ട് ഞാൻ ഒരാഴ്ച ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല. അത് ആ പ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തു ഇതല്ല പ്രശ്നം എന്നുള്ളത് ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷം. ഞാൻ ഹോസ്പിറ്റലിൽ എണീറ്റപ്പോഴേക്കും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണ് തുറന്നത്. നോർമൽ ലൈഫിലേക്ക് വന്നത്. അപ്പം എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എണീറ്റ് നടക്കുന്നു, ചാടുന്നു, ഓടുന്നു, ഫുഡ് കഴിക്കുന്നു ഒറ്റയ്ക്ക് തന്നെ. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കണ്ണ് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, തുറക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഫുഡ് താ എന്ന് പറയാൻ പോലും പറ്റില്ലായിരുന്നു. എൻ്റെ സൗണ്ട് ആ സമയത്ത് പുറത്ത് വരില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വേറെ ഏതോ ലോകത്താണെന്നുള്ളത്. ഞാൻ ഏലിയനാണ്, ബാക്കിയുള്ളവരൊക്കെ
മനുഷ്യന്മാരാണ്, ഞാൻ മാത്രം ഏലിയനാണ് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു ഇതാണ് ലൈഫ്, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഒന്നും പറയാനില്ല, അത് ആ സമയത്ത് നമുക്ക് തോന്നും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പിമ്പിൾസ് വന്നപ്പോൾ, അത് ഓരോ സാഹചര്യങ്ങളായിരിക്കാം. ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞില്ല, ഞാൻ മോൾഡ് ചെയ്തെടുത്ത എൻ്റെ ഏറ്റവും നല്ല വേർഷനാണ്. അപ്പം ഇവിടം വരെ എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ സ്ട്രോങ് ആയത്. അല്ലെങ്കിൽ ഞാനും പണ്ടത്തെ പോലെ ഇപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളായിരിക്കും. ഇന്നലെ നമ്മള് സംസാരിച്ചപ്പോ, ഇന്നലെ വണ്ടർ വുമൺ അവാർഡ് കിട്ടി സംസാരിച്ചപ്പോ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വാക്ക് ഉമ്മയെ പറ്റിയിട്ടാണ്. അപ്പൊ ആ ഉമ്മയെ പറ്റിയിട്ട് പറയണം, ഉമ്മയുടെ ഒരു സപ്പോർട്ട്, ഉമ്മ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളിലേക്ക് എത്തിച്ച ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടി. നമ്മുടെ ലൈഫില് നമ്മൾ വീണു പോവും, പലപ്പോഴും വീണു പോവും. പക്ഷെ നമ്മളെ പിടിച്ചെണീപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി ഉമ്മയ്ക്ക് അതിനുള്ള എന്നെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം ഇല്ല. ഉമ്മ ഇപ്പോഴും 36 കിലോ ഉള്ളൊരു സാധു സ്ത്രീയാണ്. പക്ഷെ നമുക്ക് മെന്റലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആർക്കെങ്കിലും. അങ്ങനെ എന്നെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഉമ്മ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെന്റലിയും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പാസ്റ്റ് ഒരു വിവാഹ ജീവിതം കൊണ്ട് ഫിസിക്കലി തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ടും ഞാൻ വല്ലാണ്ട് ഉമ്മനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണ് തുറന്ന് 1 വർഷം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഞാൻ ഉമ്മനോട് എനിക്ക് സ്ലീപ്പിംഗ് പിൽസോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സോ താ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉമ്മനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് ഉമ്മ ഇതെല്ലാം പടച്ചവന്റെ പദ്ധതികളാണ് മോളെ, നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പടച്ചവൻ അധികമായിട്ട് കരുതി വെച്ചിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടായിരിക്കും നിന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ചേർത്ത് നിർത്തുമല്ലോ. അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് വേണമായിരുന്നു ആ സമയത്ത് ഉമ്മ ചെയ്ത കാര്യം ചെറുതല്ല. കാരണം ഞാൻ ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു വിളീൻ്റെ അപ്പുറത്ത് ഉമ്മ ഉണ്ടായിരുന്നു, എപ്പോഴും അവൈലബിൾ ആയിരുന്നു ഉമ്മ. എനിക്ക് തോന്നുന്നു ആ ഇഞ്ചുറി പറ്റി 5 വർഷം ഉമ്മ വീടിന്റെ പുറത്ത് പലപ്പോഴും റേഷൻ കടയിലല്ലാണ്ട് ഉമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു കല്യാണത്തിനോ റിലേറ്റീവ്സിന് വീട്ടിലോ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അത്ര എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ എങ്ങനെ തോറ്റു കൊടുക്കും? ഉമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ജയിച്ചല്ലേ പറ്റൂ. ഈ IAS എന്ന് പറയുന്ന സ്വപ്നം ആദ്യമേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് ലൈഫിലേക്ക് കടന്നു വന്നത്? പല ആൾക്കാർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ തോറ്റു കൊടുക്കാതെ ആ സ്വപ്നം നേടിയെടുത്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യമേ ഒരു IAS കാരി ആകണം എന്ന് പറയുന്ന ഡ്രീം കൊണ്ട് നടന്നിരുന്ന ഒരാളാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ഒരിക്കലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് ഒരു ഒരു RPF കാരുണ്ട്. RPF എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിലെ ഒരു ഉയർന്ന റാങ്കാണ്. എൻ്റെ ഒരു നൈബറാണ്. പുള്ളീനെ ഞങ്ങൾ വിളിച്ചിരുന്നത് റെയിൽവേ കളക്ടർ എന്നായിരുന്നു. അത്ര പോലും ഞങ്ങൾ വയനാട്ടുകാർക്ക് ഈ കളക്ടർ, IAS, UPSC ഈ സാധനങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ആകെ 4 5 പേരാണ് ഇതുവരെ വയനാട്ടിൽ ക്ലിയർ ചെയ്തത്. ഞങ്ങൾക്ക് റോൾ മോഡൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും ആരും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫാമിലിയിലാണെങ്കിൽ എൻ്റെ ഉപ്പ ഒട്ടും എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. എൻ്റെ ഉമ്മയാണെങ്കിലും വളരെ ചെറിയ എഡ്യൂക്കേഷൻ മാത്രം കിട്ടിയിട്ടുള്ള ഒരു പാവം സ്ത്രീ ആയിരുന്നു. ചെറുപ്പത്തിൽ ഒരു 10-11 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു, മക്കളൊക്കെ ആയ ഒരു സാധു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് ആരും എന്നോട് ഈ പറയുന്ന എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ആകെ പറഞ്ഞിട്ടുള്ളത് ഉമ്മയും ഉപ്പയായിരുന്നു. ഉപ്പയ്ക്ക് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് അക്ഷരമുള്ളത് എൻ്റെ ഉപ്പയ്ക്കായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ഉപ്പ എവിടുന്നാ പഠിച്ചത്, ഉപ്പ എങ്ങനെ ഇതൊക്കെ പഠിച്ചതെന്ന്. പക്ഷെ ഇങ്ങനെ നമ്പർ എഴുതുന്ന പണ്ടത്തെ ബുക്ക് ഉണ്ടാവില്ലേ, ചെറിയ പോക്കറ്റ് ബുക്ക്, അതിൽ ഉപ്പ ഓരോരുത്തരുടെ പേര് എത്ര വൃത്തിയിലാണ് എഴുതി വെക്കുന്നത് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും ക്ലാസ് പോകാത്ത ഉപ്പ. അപ്പം എന്താ പറയാ, അതിനുശേഷം ഉമ്മ എന്നെ പഠിക്കുമോളെ എന്തിനാ പഠിക്കുന്നത് ചിലപ്പോൾ ഉമ്മയ്ക്ക് അറിയണ്ടാവില്ല, എന്നാലും പഠിക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. രണ്ടാമത്തത്, അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഒരു സർവീസ് കിട്ടിയ ഒരാള് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കുക ഇതുപോലെ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു. എൻ്റെ നേരെ മൂത്ത ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവളിപ്പോൾ സ്വീഡനിൽ PhD കഴിഞ്ഞു. പോസ്റ്റ് ഡോക്ടറേറ്റ് ആവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അവള് പഠിച്ചതുകൊണ്ട് എനിക്കവിടെ ഒരു മതിലുണ്ടായിരുന്നു. എന്നെ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിക്കാതിരിക്കാൻ. അവള് പഠിച്ചു, മൂത്ത ചേച്ചി ഇരിക്കുമ്പം എന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പഠിച്ചത്. ഞാൻ ഒരിക്കലും പഠിക്കാൻ അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ വീണപ്പോഴേക്കും ഈ പറയുന്ന PG എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കി
അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, ആരും തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷമാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. അപ്പം ഈ കയ്യിലുള്ള സാധനത്തിന് എങ്ങനെയെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചെടുത്ത തീരുമാനം തന്നെയായിരുന്നു. ഇപ്പൊ നമ്മള് കേട്ടോണ്ടിരിക്കുന്നത് ഷെറിൻ ഷഹാനെയാണ് കേട്ടോ. നമ്മളുടെ IAS നേടിയെടുത്ത പൊരുതി നേടിയെടുത്ത ആളെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ നേരെ റേഡിയോ മലയാളത്തിന് ഇൻസ്റ്റാ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനും ഈ വിശേഷങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഷെറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ 1 by 1 ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മയുടെ കാര്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഷെറിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഷെറിന്റെ ഒരു ഫേവറേറ്റ് ബുക്ക്, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് IASന്റെ പ്രിപ്പറേഷനിലേക്കൊക്കെ എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മള് ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച് പറയാനുണ്ടോ? അങ്ങനെ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള, ലൈഫായിട്ട് വെച്ച് നോക്കാൻ വേണ്ടി മാത്രം ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ഒരു ബുക്കും ഉണ്ടായിട്ടില്ല. വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് ഇൻസ്പിറേഷൻ. ഐ മീൻ ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് അയച്ചു തരുമല്ലോ, ഈ സാധനം ക്ലീഷേ സാരല്ല മോളെ ഇതൊക്കെ, എന്നിട്ട് പറയേ മറ്റേ സൊറോസാപ്പുവിന്റെ ചിത്രവും മറ്റേ ഡോളിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ നല്ല ജീവിതം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐ മീൻ നടക്കുന്ന ആളുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ ഒരു പ്രഹസനം. ആ സാധനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് പാകിസ്ഥാനി ഒരു അയൺ ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് മുനീബ മൻസാനി എന്നായിരുന്നു. പുള്ളിക്കാരിൻ്റെ സ്റ്റോറി എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സെയിം സ്റ്റോറിയാണ്. അതായത് പുള്ളിക്കാരി 19 വയസ്സിൽ മാരീഡായി. പിന്നെ പുള്ളിക്കാരി ഇതേപോലെ ഒരു ആക്സിഡന്റ് പറ്റി. അൺഫോർച്ചുനേറ്റ്ലി അതൊരു അൺഹാപ്പി മാരീഡ് ലൈഫായിരുന്നു. അങ്ങനെ ഇഞ്ചുറിക്ക് ശേഷം പുള്ളീൻ്റെ തന്നെ തെറ്റുകൊണ്ട് നടന്ന ആക്സിഡന്റിന് ശേഷം ഇഞ്ചുറിക്ക് ശേഷം അയാൾ വേറെ കല്യാണം കഴിക്കുന്നു. പുള്ളിക്കാരി ഭയങ്കര അയൺ ലേഡി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ അപ്പം അതെനിക്ക് കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാനും പറയും ഇടയ്ക്ക് എല്ലാവരോടും, ഞാനും അയൺ ലേഡിയാന്ന്. ഏത് തരത്തിലെന്ന് വെച്ചാൽ ഞാൻ പറയും എന്റെ ശരീരത്തിൽ ഒരുപാട് സ്ക്രൂ ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ആ രീതിയിൽ ഞാനും അയൺ ലേഡിയാണ്. പക്ഷെ ശരിക്കും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ അയൺ ലേഡി ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെ സൂരജ്? നമ്മൾ ഇന്നലെ അവിടെ നിന്ന് വേദിയിൽ വെച്ച ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഇത്രയും പൊരുതിയിട്ട് ഇതുപോലൊരു നേട്ടത്തിലേക്ക് എത്തി, ഒരുപാട് പേര് നമുക്കൊക്കെ എന്ത് കുറവുണ്ടായിട്ടാ നമുക്ക് IAS എടുത്തുകൂടായിരുന്നു. നമ്മള് ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് വലിയൊരു എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യാൻ, ഇനി ഒരു ലക്ഷ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു പൊസിഷനിലേക്ക് എത്തി, സിവിൽ സർവീസിലേക്ക് എത്തി, ഇനി അങ്ങോട്ട് ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു വിഷൻ ഉണ്ടോ എന്നുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് IAS ആയിരുന്നു, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിരുന്നു. പക്ഷേ ചെറിയ മാർക്കിന്റെ വേരിയേഷൻ കൊണ്ട് എനിക്ക് കിട്ടിയത് IRMS ആണ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ്. ഒബ്വിയസ്ലി ചെയ്തു, അത് വളരെ നല്ലൊരു സർവീസാണ്. ഏറ്റവും പഴക്കമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സർവീസാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം എപ്പോഴും IAS തന്നെയായിരുന്നു. അത് കുറച്ചും കൂടി ഔട്ട്റീച്ച്ഡാണ്. അതുപോലെ ഞങ്ങളെപ്പോലുള്ള ഐ മീൻ ഈ 2 ലൈഫും ജീവിച്ച ആളുകൾ, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഈ 2 ലൈഫും ജീവിച്ച ആളുകൾ എന്ന് പറയുന്നത് ചെറുതല്ല, അവർ ഭയങ്കര വലിയ മനുഷ്യന്മാരാണ്. കാരണം പാസ്റ്റിനെ പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഞാനും ചിലപ്പോഴൊക്കെ എണീറ്റ് വരും, രാത്രി ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും ഞാൻ വിചാരിക്കും, അയ്യോ ഞാൻ ഇങ്ങനെയല്ലല്ലോ, ഞാൻ പണ്ടത്തെ ഷെറിനല്ലേ, എനിക്ക് കാലില്ലേ, എനിക്ക് കൈ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പം അത് ദിവസം രാവിലെ എണീറ്റ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയല്ല ഷെറി, നീ ഇങ്ങനെയല്ല, നിനക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അവർക്ക് വേണ്ടിയിട്ട് തെറാപ്പികളൊക്കെ നന്നായിട്ട് ചെയ്യണം. നമ്മുടെ ഐ മീൻ ഇന്ത്യയിൽ കുറച്ചും കൂടെ ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ കാര്യങ്ങൾ മാറ്റം വരാനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ പൊതുസമൂഹത്തും ഐ മീൻ റോഡുകളിലടക്കം മാറ്റങ്ങൾ ഒരുപാട് വരാനുണ്ട്. അപ്പം അതിലൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ്. അതുപോലെ ഇന്നലെ അവിടുന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇനി ശരീരം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അതിൽ മടി കാണിക്കരുത് എന്നുള്ളത്. അപ്പൊ അതിന് ഇന്നലെ ചികിത്സാ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ആളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതില് അങ്ങനെ എനിക്കത് ക്ലാരിറ്റി ആയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. എങ്ങനെയാണ് അതിന്റെ ഒരു, അതായത് സാധാരണഗതിയിൽ ഇഞ്ചുറി പറ്റുന്നത് നമ്മുടെ സ്പൈന് പൊട്ടി പോവുക അല്ലെങ്കിൽ അത് ചതഞ്ഞു പോവുക എന്നുള്ളതാണ്. എന്റെ സ്പൈന് പൊട്ടിയിട്ടില്ല, എന്റെ സ്പൈൻ ചതഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാ സെൻസേഷനും ഉണ്ട്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് മസിൽ പവർ ഇല്ലാത്തതുകൊണ്ട് അതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു കാര്യം ഫിസിയോതെറാപ്പിയാണ്. അത് ഗ്രാജുവലി മസിൽ പവർ ചെയ്തുകൊണ്ടിരിക്കും.
ഒരിക്കലും ഫിസിയോതെറാപ്പി മുടക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഇപ്പോൾ 7 വർഷമായി 6 മാസം മാത്രമേ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഫിസിയോതെറാപ്പി ഇതുവരെ ചെയ്തിട്ടില്ല. അതെൻ്റെ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളും പിന്നെ ഞാൻ കൊടുത്തത് കൂടുതൽ പഠിത്തത്തിലേക്കായതുകൊണ്ടും പിന്നെ വീട്ടിലെ സപ്പോർട്ട് ചെയ്യാൻ ഉമ്മ കുറച്ച് ഏജ്ഡാണ്, ഉമ്മയ്ക്ക് വയ്യാതായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ഇനി ജോലിയായി എനിക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറ്റും. അപ്പം ഇനി കൂടുതലായിട്ട് ശ്രദ്ധ ഇതിലേക്ക് മാത്രം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ ഖത്തറിൽ വന്ന ഈ ഒരു ഇവന്റ്, ഇതുപോലെ ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു ഇവന്റ്, ഇതിപ്പോ ആദ്യത്തേതാണോ അല്ല ഈ അന്വേഷിച്ച് നമുക്കിപ്പോ ഇതുപോലൊരു പൊസിഷനിൽ എത്തി എന്നുള്ളത് അറിയുമ്പോഴല്ലേ നമുക്ക് ഇത്രയും കാലം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കി ഇപ്പൊ എഡിറ്റോറിയലും ട്രൂത്ത് കെയർ ഫാർമസി ഒക്കെ ചേർന്നിട്ട് കണ്ടെത്തിയപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. ഇതിന് പുറമെ നാട്ടിൽ നിന്നൊക്കെ ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടോ? സർവീസ് കിട്ടിയതിന് ശേഷം കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടില് എല്ലാവരും IASകാരാണ് UPSC ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സർവീസ് ക്ലിയർ ചെയ്ത സമയത്ത് നാട്ടുകാർക്ക് മൊത്തം ഭയങ്കര ഒരിതായിരുന്നു. കാരണം ഉപ്പ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ഒന്നുമല്ല, അതും ഭയങ്കര പുവർ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഞങ്ങളെന്നും ആർക്കും അറിയണ്ടായിരുന്നില്ല ആ നാട്ടിൽ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പത്രത്തിലൊക്കെ വാർത്ത വരുന്നു, ഇങ്ങനൊരു കുട്ടി വീട്ടിൽ വീണടക്കുന്നുണ്ട് എന്നൊക്കെ ആളുകൾ അറിയുന്നു. പിന്നെ അതൊരു ആഘോഷമായിരുന്നു നാട്ടില്. ഇത് ഒരുപാട് പേർക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇതുപോലെ അക്കാദമികൾ ഇവരൊക്കെ വിളിക്കുന്നുണ്ടാവും. ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കോച്ചിങ്ങിനും പോവാണ്ട് ഇരുന്ന് പഠിച്ച് നേടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ 7-8 വർഷം കോച്ചിങ് ചെയ്ത പിള്ളേരൊക്കെ ഉണ്ട്. അത് സപ്പോർട്ട് ചെയ്യാനും ഇപ്പൊ താങ്ങാൻ ആളുള്ളവരെ തളരുള്ളൂ എന്ന് പറയില്ലേ, താങ്ങാൻ അവർക്ക് ആളുള്ളത് കൊണ്ട് അവർ 7 വർഷം വരെ പോയാ എനിക്ക് തോന്നുന്നില്ല ഇതൊരു 7 വർഷമോ 10 വർഷമോ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണെന്നൊന്നും. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിലെനിക്ക് കുറച്ചും കൂടെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിക്കാത്ത പോലെ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം ഞാൻ അന്ന് ചെറിയ നിറങ്ങൾ പോലും കാണാതെ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുമല്ലേ. അപ്പൊ എനിക്ക് ഇതൊരു ഭയങ്കര കളർഫുൾ ആയിരുന്നു, കുറെ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്തായാലും നമ്മള് ശരിക്കും നമ്മൾ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റിലാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ ഈ ഞാൻ പ്രത്യേകിച്ച് വയനാട്ടുകാരിയാണ് എന്നുള്ളതിന്റെ ഒരു വലിയ പ്രൗഡ് മൊമെന്റ്. നമ്മളുടെ അടുത്ത് മറ്റൊരു വണ്ടർ വുമൺ കൂടി ഉണ്ട് കേട്ടോ. പാർവതിക്കും ഇന്നലെ നമുക്ക് വണ്ടർ വുമൺ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 വണ്ടർ വുമൺസിന്റെ ഇടയിലാണുള്ളത്. അപ്പൊ ഈ ഒരു വളരെയധികം സന്തോഷം നമ്മുടെ റേഡിയോ മലയാളത്തിൽ വന്നതിൽ വലിയൊരു സന്തോഷവും സ്നേഹം കൂടി അറിയിക്കുകയാണ്. ആൻഡ് ഇതേപോലെ ഇൻസ്പയർ ചെയ്തതിന് ഒരുപാട് പേർക്ക് ഒരു ജീവിതത്തിൽ സിനിമാ കഥ പോലുള്ള ജീവിതം ഒന്നും അല്ല നമ്മളെ തെളിയിച്ചതാണ്. ഓക്കെ, വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു. നമ്മള് ഖത്തർ മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മലയാളികളുടെയും പേരിൽ നമ്മളുടെ സ്നേഹം അറിയിക്കാം. അതുപോലെ ഇനിയും പലതരത്തിലുള്ള വാർത്തകളിലൂടെ നിങ്ങളുടെ നേട്ടങ്ങളുടെ ഓരോ പുതിയ പടികളും നമ്മളിലേക്ക് എത്തട്ടെ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു